പ്രശസ്ത കഥാകൃത്ത് അക്ബർ കക്കട്ടിലിൻ്റെ കുഞ്ഞിരാമൻ മാഷെ കാണാനില്ല എന്ന കഥയുടെ രണ്ടാം ഭാഗം. അവതരണം AP അക്ഷയകുമാർ. ഫസ്റ്റ് ബെൽ അടിക്കാൻ സമയമായെന്ന് ആരോ ഓർമ്മിപ്പിച്ചു. കുഞ്ഞിരാമൻ മാഷെ കാണാത്ത പരിതസ്ഥിതിയിൽ ഇന്ന് സ്കൂൾ വിടുകയല്ലേ വേണ്ടത്? കുമാരൻ മാഷ് ആരോടൊന്നില്ലാതെ ചോദിച്ചു. സ്കൂൾ വിട്ടാൽ കുറേ പേർക്ക് കുഞ്ഞിരാമൻ മാഷെയും നോക്കി പോവാം. ബാക്കിയുള്ളവരെയും കൂട്ടി തനിക്ക് ഷീട്ടും കളിക്കാം. അതാണ് മനസ്സിൽ. ഹെഡ്മിസ്ട്രസ് അയാളെ രൂക്ഷമായൊന്ന് നോക്കി. വരാന്തയിൽ കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ടു. സാധാരണ നിലയിൽ ഇത് കണ്ടാൽ ഞാൻ ആ വഴിക്കൊന്നും പോവില്ല. വെറുതെ ബഹുമതി പേര് കേൾക്കണ്ടല്ലോ. പക്ഷേ ഇവർ എനിക്ക് ചാർജുള്ള ക്ലാസ്സിലെ കുട്ടികളാണ്. ഇവരവിടെ നിന്നാൽ ഹെഡ്മിസ്ട്രസ് എന്നെയാണ് പറയുക. എടോ, നമ്മളെ കുഞ്ഞിരാമനെ കാണാനില്ല. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ സംഘത്തിലേക്ക് പുതുതായി എത്തിയ ഒരു കുട്ടിയോട് മറ്റൊരുത്തൻ പറയുകയാണ്. ഏത് കുഞ്ഞിരാമനെ? തൊപ്പി കുഞ്ഞിരാമനെയാ? തൊപ്പി എന്നുള്ളത് കുഞ്ഞിരാമൻ മാഷയുടെ ബഹുമതി പേരാണ്. മാഷ പണ്ട് കുറേ കാലം ഗാന്ധി തൊപ്പി വെച്ചിരുന്നു. അതേന്ന്? ഇന്നലെ നമ്മളെ ക്ലാസ്സിൽ നിന്ന് അലമ്പുണ്ടാക്കി പോയതല്ലേ? മഴ കാരണം ലാസ്റ്റ് പീരീഡ് സ്കൂൾ വിട്ടെങ്കിലും കുഞ്ഞിരാമൻ മാഷ് ക്ലാസ് എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്. എന്താണാവോ അപ്പോഴുണ്ടായ അലമ്പ്? എല്ലാ നേതാക്കളുമുള്ള 10th G എന്നും എല്ലാവർക്കും ഒരു തലവേദനയാണ്. എന്നെ കണ്ടപ്പോൾ കുട്ടികൾ ബഹുമാനം നടിച്ചു. കൂട്ടത്തിൽ 2-3 പേർ മുന്നോട്ട് വന്ന് എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് എല്ലാവരെയും സോപ്പ് ലൈനിൽ ക്ലാസ്സിൽ കയറ്റി. ഇന്നലത്തെ അലമ്പിനെ പറ്റിയാണോ കുട്ടികൾക്ക് പറയാനുള്ളത്? കുറച്ചു കഴിഞ്ഞ് വേണുവിനെ വിളിച്ച് സ്വകാര്യമായി ചോദിച്ചു മനസ്സിലാക്കാം. അവൻ ആ ക്ലാസ്സിലെ നന്നായി പഠിക്കുന്ന ഒരേയൊരു കുട്ടിയാണ്. ഞാൻ വീണ്ടും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഇതിനകം കുഞ്ഞിരാമൻ മാഷെ അന്വേഷിക്കുന്നതിന് ബാലകൃഷ്ണൻ നായരെയും അനന്തൻ മാഷെയും ഹെഡ്മിസ്ട്രസ് ചുമതലപ്പെടുത്തി. അനന്തൻ മാഷ് സ്ത്രീ വിഷയത്തിൽ ഒരു ഞരമ്പിരോഗിയാണെങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രാപ്തനാണ്. വിനോദനം കൂടി ഇവരുടെ കൂടെ പോയിക്കോളൂ. എന്നെ കണ്ടപ്പോൾ മുൻഭാഗത്തെ പൊട്ടിയ പല്ല് കുറെ കൂടി വെളിച്ചത്ത് കാട്ടിക്കൊണ്ട് ഹെഡ്മിസ്ട്രസ് നിർദ്ദേശിച്ചു. ബെല്ലടിച്ചപ്പോൾ ഭൂരിപക്ഷം അധ്യാപകരും ക്ലാസ്സുകളിലേക്ക് പോയി. നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് 10Bയിലെയും Cയിലെയും കുട്ടികളോട് പറയണം. പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന ഗോപിയോട് ബാലകൃഷ്ണൻ നായർ വിളിച്ചു പറഞ്ഞു. സ്പൂണ് കൊണ്ട് കോരിക്കൊടുക്കുന്നതിൻ്റെ ഫലം. നമ്മളെപ്പോലെ തുടക്കത്തിലെ ബക്കറ്റ് എടുത്തിരുന്നെങ്കിൽ പോഷൻ ബാക്കിയാകുമായിരുന്നോ? ആരാണത് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാൻ പോയില്ല. ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിനടുത്ത് നിൽക്കുകയാണ് ഹെഡ്മിസ്ട്രസ്. ഒരു കാര്യം കേൾക്കണോ? ഞാനത് ഓപ്പണായി പറയേണ്ടെന്ന് വെച്ചതാ. എന്താ ടീച്ചർ? ഇന്നലെ 10Gയിൽ എന്നെ നോക്കി തുടങ്ങിയ അവർ ബാലകൃഷ്ണൻ നായരെ നോക്കി അവസാനിപ്പിച്ചു. ഒരു ഇഷ്യൂ ഉണ്ടായി. കുട്ടികൾ നേരത്തെ പറയാൻ ഭാവിച്ചത് ഞാൻ ഓർത്തു. ഹെഡ്മിസ്ട്രസ് തന്ന കടലാസ് തുണ്ടിലേക്ക് ഞങ്ങൾ നോക്കി. പൂമെത്തപ്പുറത്ത് ഞാൻ നിന്നെ കിടത്തും, പൊന്നാഭരണമെല്ലാം മയിച്ചു വെക്കും, മെയ്യാകെ കൈതലോടി തങ്കമ്മേ നിന്നെ പറയൂല, ബാക്കി പറയൂല. ഒരു പിടിയും കിട്ടാതെ പരസ്പരം നോക്കാനേ സാധിച്ചുള്ളൂ എല്ലാവർക്കും. ഇതേതോ സിനിമാ പാട്ടിലുള്ളതല്ലേ? ഞാൻ ചോദിച്ചു. ആവാം, പക്ഷേ ഇതാ സുരേഷ് തങ്കത്തിന് എഴുതിയതാണ്. സുരേഷ് ഞങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഗ്രേഡ് വില്ലനാണ്. പ്രധാന വിദ്യാർത്ഥി സംഘടനയുടെ അഭിമാന സ്തംഭം. തങ്കവും ചില്ലറക്കാരിയല്ല. മറ്റു കുട്ടികൾ നോട്ട്സ് എഴുതുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നോട്ട്സ് പറയുന്ന മാഷുടെ നേർക്ക് സിലബസിലില്ലാത്ത വിദ്യകളും പഠിപ്പിച്ച് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്ന നോട്ടമറിയുന്ന, കൊല്ലുന്ന ചിരിച്ചിരിക്കുന്ന മുഴുത്ത യുവതി. ഹെഡ്മിസ്ട്രസ് സംഭവം വിവരിച്ചു. കുഞ്ഞിരാമൻ മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുരേഷും തങ്കവും തമ്മിൽ കണ്ണുകൾ കൊണ്ടൊരു ഡയലോഗ്. തുടർന്ന് സുരേഷ് ഈ മെസ്സേജ് പാസ് ചെയ്തതും മാഷ് അത് കൈയോടെ പിടികൂടിയതും ഒപ്പം. ഈ പയ്യൻ, സോറി ബാല്യക്കാരൻ, നേരത്തെ മാഷുടെ ഒരു നോട്ടപ്പുള്ളിയാണ്. മുമ്പ് ഒരു ഇംഗ്ലീഷ് പോയം എടുക്കുമ്പോൾ സമാനാശയമുള്ള ഒരു മലയാള കവിത ചൊല്ലിത്തരട്ടെ എന്ന് മാഷ് ചോദിച്ചു.
ഇങ്ങക്ക് വേണമെങ്കിൽ ചൊല്ലിക്കോളി എന്നായിരുന്നു സുരേഷിൻ്റെ പ്രതികരണം. മറ്റൊരിക്കൽ പരീക്ഷക്കടലാസിൽ ലോകസംസ്കാരത്തിന് ഭാരതത്തിൻ്റെ സംഭാവനകളെപ്പറ്റി അവൻ എഴുതി. വലിയ സംഭാവനയൊന്നുമില്ല, വല്ലതും 10-100 കൊടുത്തു കാണും. മാഷയ്ക്ക് ആ കടലാസ് കൊണ്ട് സഹിക്കാവുന്നതിനപ്പുറത്തായിരുന്നു. അദ്ദേഹം സുരേഷിനെ ബലമായി പിടിച്ച് മേശയ്ക്കടുത്ത് കൊണ്ടുവന്ന് ഒന്ന് തല്ലി. നായിൻ്റെ മോനെ, എന്നെ തൊടരുത്! സുരേഷ് അലറി. ക്ലാസ് പകച്ചിരുന്നു പോയി. കുഞ്ഞിരാമൻ മാഷ് ക്ലാസ്സിൽ നിന്നിറങ്ങി നേരെ ഹെഡ് മിസ്സസിൻ്റെ മുറിയിൽ വന്നു. സംഘടനാ നേതാക്കൾ വിളിക്കപ്പെട്ടു. അവർ കഴിഞ്ഞ് ഞങ്ങൾക്ക് മറ്റാരുമുള്ളൂ. ചാൾസ് രാജകുമാരനെ സിനിമാ നടി പത്മിനി കോലാപുരി വിമാനത്താവളത്തിൽ വെച്ച് പരസ്യമായി ചുംബിച്ചിട്ടില്ലേ? ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കളിച്ച കളി എന്തെല്ലാമാണ്? അതിലപ്പുറമായി കത്ത്. പിന്നെ കുഞ്ഞിരാമൻ മാഷ് കെ നാരായണക്കുറുപ്പിൻ്റെ മകനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ നായിൻ്റെ മോനെന്ന് ഓനെ ആര് വിളിച്ചാലും പരിഭവത്തിൻ്റെ ആവശ്യമില്ല. പാഠ്യവിഷയങ്ങളിൽ സ്ഥിരം വട്ടപൂജക്കാരനാണെങ്കിലും മറ്റു ചില വിഷയങ്ങളിൽ അഗാധജ്ഞാനമുള്ള സുരേഷിൻ്റെ സംഘടനയുടെ താലൂക്ക് സെക്രട്ടറി കൂടിയായ ഭാസ്കരൻ വാദിച്ചു. ഉടൻ എതിർ സംഘടനയിലെ രാജൻ ആവശ്യപ്പെട്ടു, എന്തു വന്നാലും ശരി സുരേഷിൻ്റെ പേരിൽ ശക്തമായ നടപടിയെടുക്കണം. പോടാ, ഇനി ഇങ്ങളുണ്ട് എന്നെ കടത്താൻ. സുരേഷ് ഇടപെട്ടു. ഹെഡ് മിസ്സസ് സൈലൻസ് പറഞ്ഞു. പെട്ടെന്നാണ് കുഞ്ഞിരാമൻ മാഷ് എണീറ്റത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ടീച്ചർ, ഞാൻ പരാതി പിൻവലിച്ചിരിക്കുന്നു. മാഷ് ഒറ്റ ഇറങ്ങിപ്പോക്കാണ്. പിന്നെ ഓർമ്മയുണ്ടായിരുന്നെങ്കിലും മാഷ് ഇന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന ലിസ്റ്റിൻ്റെ കാര്യം പറയാൻ പോലും അപ്പോൾ കഴിഞ്ഞില്ല. തുറന്നു പറഞ്ഞാൽ ഹെഡ്മിസ്സസിൻ്റെ സംഭവവിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും മരവിച്ചുപോയി. ബാലകൃഷ്ണൻ നായർ എണീറ്റു. ഇതിന് തക്ക ആക്ഷൻ എടുക്കണം. സ്റ്റാഫ് മീറ്റിങ്ങും സ്റ്റുഡൻറ് കൗൺസിലും വിളിച്ച് തീരുമാനമെടുക്കാം. അതുവരെ സുരേഷിനോട് ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേഷിൻ്റെ സംഘടനയിലെ തന്നെ പല കുട്ടികളും സംഘടനകളിലൊന്നുമില്ലാത്ത കുട്ടികളും വന്ന് അച്ചടക്ക നടപടിക്ക് നിർബന്ധിച്ചിട്ടുണ്ടെന്ന് ഹെഡ് മിസ്സസ് കൂട്ടിച്ചേർത്തു. ഒരു വിദ്യാർത്ഥി സംഘടനയും ഇമാതിരി തെമ്മാടിത്തരങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. പല സ്ഥലത്തും കുട്ടികൾക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിട്ടുള്ള സ്കൂളിൻ്റെ പടി കയറിയിട്ടില്ലാത്ത കുറേ പ്രാദേശിക പാർട്ടി അലവലാദികളുണ്ടല്ലോ. അവരാ ഇവൻ്റെയൊക്കെ ധൈര്യം. പിന്നെ ഒരു കാര്യം, സംഘടന അവർക്ക് മാത്രമല്ല നമുക്കുമുണ്ട്. ഉറച്ചതായിരുന്നു ബാലകൃഷ്ണൻ നായരുടെ ശബ്ദം. തെല്ല് കഴിഞ്ഞാണ് ഞങ്ങൾ കുഞ്ഞിരാമൻ മാഷെ കാണാനില്ലെന്നുള്ള സത്യത്തിലേക്ക് തിരിച്ചു വന്നത്. ശരി, ടീച്ചർ ഇപ്പം തന്നെ ടീച്ചേഴ്സിന് വിവരം അറിയിക്കണം. അവനെ ഡിസ്മിസ് ചെയ്യുക തന്നെ വേണം. മല മറിഞ്ഞാലും തരക്കേടില്ല, ഞങ്ങൾ പോയി വരാം. ബാലകൃഷ്ണൻ നായർ മുന്നിൽ നടന്നു. ഞങ്ങൾ